ദിവസങ്ങളും വായിക്കുമോനെ, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. പ്രമാണിക്കുന്നു എന്നുള്ളത് അനുകൂലിച്ച് പറഞ്ഞാന്നോ കുഞ്ഞുട്ടി പാസ്റ്റേ? അനുകൂലിച്ചാന്നോ പറഞ്ഞു? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. അങ്ങനല്ല പറഞ്ഞു. അത് തെറ്റാ. അന്തരീക്ഷം എല്ലാം പോയി. പെന്തിക്കോസുകാരോട് പറയാം, പെന്തിക്കോസുകാരോട് നീ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചേക്കരുത്. ബലൂണും വീർപ്പിച്ച് തോരണം തൂക്കി കേക്ക് മുറിച്ച് മെഴുകുതിരി നിനക്ക് വട്ട് പിടിക്കും കേട്ടോ താങ്കേ. ബർത്ത്ഡേയുടെ അന്ന് ഒക്കുന്നെങ്കിൽ നീ ദൈവത്തിന് മഹത്വം കൊടുക്ക്. സാഹചര്യം അനുവദിക്കാന്നെ സഭയായിട്ടൊരു യോഗം വെക്ക്. 10 ദൈവമക്കൾ കയറി വന്ന് നിന്റെ വീട്ടിൽ ഇരുന്ന് കൈയടിച്ച് പാട്ട് പാടി ആത്മാവ് നിറഞ്ഞ് അവസരം കിട്ടുകാനെ കർത്താവിൻ്റെ ദാസന്മാർ നിന്റെ തലയിലോട്ട് കൈവച്ചല്ലേ, കുഞ്ഞുങ്ങളുടെ തലയെ കൈവച്ച് ഒന്ന് സഭയായിട്ട് പ്രാർത്ഥിക്കട്ടെ. അതൊരു അനുഗ്രഹമാണ്. അല്ല നീ മാർബിൾ കേക്ക് ഉണ്ടാക്കി വയസ്സനുസരിച്ചാ മെഴുകുതിരി. ഇവനെല്ലാം ഭ്രാന്താന്ന്. ആഘോഷിക്കാൻ പ്രമാണമില്ല. വാക്യങ്ങളും സമയങ്ങളൊക്കെ എടുക്കേണ്ടത്. അതിന് നിർത്തുക. നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, ആണ്ടുകൾ, കാലങ്ങൾ ഒന്നും നമുക്ക് പ്രമാണമില്ല. അതെന്നാ നമുക്ക് എല്ലാ ദിവസവും നല്ലതാ? എല്ലാ ദിവസവും നല്ലതാ? ഇല്ലേ? ഇത് യഹോവയുണ്ടാക്കിയ ദിവസം എന്നാ? ഒരു ഇംഗ്ലീഷ് പാട്ടില്ലേ മോളെ, ദിസ് ഈസ് ദ ഡേ. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞോണ്ടാന്ന് ഒരു പാട്ടില്ലേ? ഇല്ലേ പാപ്പച്ചായ? മോളെ ഒന്ന് പാടിക്കും. നിങ്ങൾ കയറി ഒന്ന് പാടി. എടി കൊച്ചേ പാടാ. ദിസ് ഈസ് ദ ഡേ, ദിസ് ഈസ് ദ ഡേ ദാറ്റ് ദ ലോർഡ്. നല്ല റിജോയ്. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് നമുക്ക് പ്രത്യേക ദിവസം ആചരിക്കേണ്ട. അതന്നെ നമുക്ക് എല്ലാ ദിവസവും നല്ലതാ. പണ്ടൊക്കെ നമ്മൾ ദിവസവും നാളും ഒക്കെ നോക്കും. ഏതാ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളവരാ. ഏതാ? കല്യാണം വരുമ്പോ ചോദിക്കും, ചെറുക്കനെവിടാ? ചെറുക്കനെ വെണ്ണിക്കുളംകാരനോ? പെണ്ണെവിടാ? പെണ്ണ മൂവാറ്റുപുഴക്കാരിയാ. നാളെ നോക്കി. നാളെ നോക്കിയിട്ട് വലിയ കുഴപ്പം. അതൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. നാളിന്റെ പേര് പറഞ്ഞ് കല്യാണം നടക്കാത്തതും നടന്നതും ഒക്കെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമായിരുന്നു. ചില ആൾക്കാർ നാളല്ല നോക്കുന്നത്. ഞങ്ങൾ ബന്ധുക്കാരെന്ന് ഇല്ലം എല്ലാവർക്കും പിടികിട്ടുകയല്ല. ഞങ്ങൾ ഒരു ഇല്ലക്കാരാണ്. എടാ വിവരദോഷി, രക്ഷിക്കപ്പെട്ടപ്പോ അതെല്ലാം നിർത്തിയടാ. നീ പിന്നെ ഇല്ലമാന്നും പറഞ്ഞ് ഉമ്മ അതിന് വ്യായി കയറും നിനക്കല്ല. ഒരു തള്ള എന്നോട് പറഞ്ഞാ ഞങ്ങൾ ഒരു ഇല്ലക്കാരാണ്. തള്ളയാണ് ഇങ്ങനെ 66 കൈവേ പിടിച്ചോണ്ടാ ഇരിക്കുന്നത്. ഈ മാട്ട് പിടിച്ചു അതിനൊക്കെ. ഇതൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാ കേട്ടോ. ഇപ്പൊ ഞാൻ എന്തെയും ദൈവവൈതലാ. രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ അത്തം ചിത്ര ജ്യോതി വിശാഖം കേട്ട അങ്ങനെയുള്ള നാളുകളുണ്ടല്ലോ. അശ്വതി ഭരണി കാർത്തിക മകയിരം പുണർന്നും പൂയം ഇങ്ങനെയൊക്കെയുള്ള നാളുകൾ. അതൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. ഇപ്പോൾ ഇനി അത് ഒക്കത്തില്ല. അതന്നെ നോക്കുന്നവര് നോക്കിക്കോട്ടെ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശി എടുക്കുന്ന നിനക്കത് പ്രമാണമില്ല. പിന്നെ ഇപ്പൊ നമ്മുടെ നാള് ഏതാന്ന് ചോദിച്ചാൽ, പണ്ട് കോവൂര് കുഞ്ഞോളച്ചമ്മ പ്രസംഗിക്കുമ്പോൾ പറയുമായിരുന്നു ഭാഗ്യനാള്. അതാണ് നമ്മുടെ, അതിനൊരു പാട്ടുമുണ്ട്, ഭാഗ്യനാൾ യേശു എൻ പാപം. അതാണ് നമ്മുടെ നാള്. അപ്പൊ അതാണ് നമ്മുടെ നാള്. ഇനി പിന്നെ നമ്മുടെ ഒരു നാള് നോക്കിക്കൊണ്ടിരിക്കുക. ആ നാള് മറ്റൊന്നുമല്ല, കർത്താവിന്റെ നാള് നോക്കിക്കൊണ്ടിരിക്കുക. പാടാൻ വയ്യെങ്കിലും അറിയാവുന്നവർ കയറി അങ്ങ് പാട്. ഒരു ചീപ്പിയങ്കാര് പാടുന്നൊരു പാട്ടുണ്ട്. എനിക്ക് അറിയത്തില്ല പാടാൻ, ടോണുമൊന്നും ശരിയല്ല. ഇവരൊക്കെ നന്നായിട്ട് പാടുന്ന പോൾസം പോവുകയും ചെയ്തു. ഇനി ആരുമില്ല പാടാൻ ഇവിടെ, ഇല്ലയോ? പോട്ടെ. ഒരു പഴയ അറിയാവുന്ന ഒരു പാട്ട്, തെറ്റിയാ ക്ഷമിക്കണേ. അന്നാളും നാഴികയും ഞാൻ നോക്കി, അന്നാളും നാഴികയും ഞാൻ നോക്കി. പാട്
കാത്തിടേണം ആ നാളും നാഴികയില്ല നോക്കി ആ നാളും. അവിടെ ഒരു അമ്മാമ പാടി, ആരോ ഒന്ന് എഴുന്നേറ്റ് വന്നു, ആരോ പാടി അവിടെ നന്നായിട്ട് പാടി. ആ ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. വെളിവുള്ളതൊക്കെ ഉണ്ടെന്നേ, പിന്നെ ദൈവത്തിന് മഹത്വം. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, പഴയ നാളൊന്നും ഇനി നോക്കുന്നില്ല, ആചരിക്കുന്നില്ല. കാരണം നാം പുതിയ സൃഷ്ടിയ ദൈവ പൈതല. ഇനി നമ്മൾ കാത്തിരിക്കുന്നത്, നോക്കിയിരിക്കുന്നത് കർത്താവിന്റെ ദിവസത്തിനായി കാത്തിരിക്കുക. അതിലോട്ട് ഞാൻ വരുന്നുണ്ട്, കൊണ്ട് ഇപ്പൊ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ആ പഴയതെല്ലാം അങ്ങ് വിട്ടേക്കണം. ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകളെല്ലാം അങ്ങ് പ്രമാണിക്കുക. ഇപ്പം ബർത്ത്ഡേ ആഘോഷിക്കുന്ന വെഡിങ് ആനിവേഴ്സറി, അയ്യോ വെഡിങ് ആനിവേഴ്സറി, രണ്ടുപേരുടെ ദൈവത്തെ മഹത്വപ്പെടുത്ത ഒരു പ്രാർത്ഥന വെക്ക്, ദൈവത്തെ സ്തുതിക്ക്. ബുള്ളറ്റിന്റെ പുറകെടുത്ത് ഇങ്ങനെ അമിട്ട് പൊട്ടും പോലെ കൊണ്ടുപോകാം വെമ്പളയായിട്ട് വെഡിങ് ആനിവേഴ്സറി. കൊടൈക്കനാല്, ഊട്ടി, പിന്നെ അവിടെ ഇവിടെ എല്ലാം പോയിട്ട് രണ്ടുപേരോട് ഫോട്ടോ എടുക്കുന്നു, ഐസ്ക്രീം അങ്ങോട്ട് വെക്കുന്നു, അങ്ങ് ഞൊണയുന്നു. ഭയങ്കര ഞൊണച്ചില്ല. രണ്ടും കൂടെ മുട്ടയിലിരുന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അനേക കുടുംബം ശിഥിലമായപ്പോൾ, അനേകര് വിധവകളായപ്പോൾ, അനേകര് ഭാര്യമാരെ നഷ്ടപ്പെട്ടപ്പോൾ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് ജീവിക്കുവാൻ എന്റെ ദൈവം ചെയ്ത കൃപയോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക്. അല്ല, നീ ഉമ്മ കോക്കാൻ ബീച്ച് കളിച്ച് നടക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തേ. ഒക്കുന്നെങ്കിൽ അന്നേ ദിവസം സഭയായിട്ട് ഒരു യോഗം അങ്ങ് വെക്കേ. സ്തോത്രം. ദൈവമക്കൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഒരു അനുഗ്രഹം തരട്ടെ. ദൈവത്തിന് മഹത്വം. ഇതൊക്കെ ചെയ്യേണ്ടത്. ബർത്ത്ഡേയും വെഡിങ്ങും. ഇനിയിപ്പോ പ്രായമുള്ള മൂപ്പിലമാർക്കല്ല ഇപ്പൊ സൂക്കേട് തന്നെ. സപ്തതി ഷഷ്ടി 60 കഴിയുമ്പോ സൂക്കേടാ. സപ്തതി ഷഷ്ടി, സപ്തതി 70, ഷഷ്ടി 60. വല്യപ്പനെ 2 കസേര. നേരത്തെ ഇതൊന്നുമില്ല, ഇപ്പൊ ഇച്ചിരി കാശായെന്നേ. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഇച്ചിരി വരുമാനം വരാറായി. അപ്പൊ നിനക്ക് കുത്തലും തുടങ്ങി. ഇത് കണ്ടമാനം വരുമ്പോ തീങ്കുത്തലുണ്ടാകുമല്ലോ, ഉണ്ടാകും. ആ പഴയ പരിവക്കേടെല്ലാം പാടി. ഞാൻ ചോദിക്കട്ടെ, പാപ്പച്ചാൻ്റെ അപ്പച്ചൻ്റെ കാലത്ത് വല്ലതും വെഡിങ് ആനിവേഴ്സറി വല്ലതും സപ്തതി ഷഷ്ടിയും വല്ലതും സത്യം പറയണവനോട്? സത്യമേ പറയാവോ? പാപ്പച്ചാൻ സത്യം പറയുമെന്ന് എനിക്കറിയാം. ദൈവത്തിന് മഹത്വം. 60, 70. എടാ, ഇത് ഹൈന്ദവ ആചാരങ്ങളിൽപ്പെട്ട വിഷയങ്ങളാണ്. എല്ലാം എനിക്ക് പൊതുവെ പറയാനൊക്കത്തില്ല. ഏകാദശി, ദ്വിതീയദശി, ത്രയോദശി, ചതുർദശി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി. ഇപ്പൊ ഇത്ര പറയുള്ളൂ, ബാക്കിയെല്ലാം പറയാൻ വിവരിക്കാനൊക്കത്തില്ല. അത് ചെയ്യുന്നവര് ചെയ്യട്ടെ. വേർപെട്ട നിനക്കിത് പാടില്ല, പാടില്ലെന്ന്. ഇപ്പൊ ഉപദേശമാര് വരാ ഇത് ചെയ്യുന്നത്. കൊണ്ട് ഷാളണിയിക്കുന്നു, പൊന്നാട ഇടിയിക്കുന്നു, പിന്നെന്താ വേറെ ഏതാണ്ടെല്ലാം കൊണ്ട് കൊടുക്കുന്നു. ഇത് പാടില്ല. വേർപെട്ട ദൈവപൈതൽ കർക്കശമായി വേർപാട് പാലിക്കണം. അത്യാവശ്യം. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. ഗലാത്യലേഖനം വിടുക.